പെരിയാർ ടൈഗർ റിസർവിനകത്ത് ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ട്രെക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷനാണ് വാച്ച് ടവർ. അപ്പോൾ 2 പേർക്ക് ചേർന്ന് 10,000 രൂപയാണ് ഇതിന് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇതാണ് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിനുള്ളിലുള്ള ജംഗിൾ ഇൻ സ്റ്റേ. ഇതിന്റെ ലൊക്കേഷൻ നിങ്ങൾ നോക്കിയേ. അവിടെ ഇരുന്ന ഇത് മൊത്തം ഈ ഓപ്പൺ സ്പേസ് മൊത്തം നിങ്ങൾക്ക് കാണാം. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിനകത്താണ്. അപ്പോൾ ഇതാണ് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ എൻട്രൻസ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാ ആക്ടിവിറ്റി ചെയ്യാനായിട്ടും. ലഗേജ് അവിടെ വച്ചിരിക്കുകയാണ്, എടുത്തുകൊണ്ട് പോവാണ്. ഇവിടെ വന്ന് കയറുമ്പോഴത്തേക്കും കുറച്ച് ബഹളമായിരിക്കും, കാരണം എല്ലാ വണ്ടിയിലൂടെ ചെക്ക് ചെയ്യും, അതിനുശേഷം അകത്തേക്ക് വിടുള്ളൂ. അപ്പോൾ പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ വരികയാണെങ്കിൽ ഇത് അവിടെ ആ സൈഡിലായിട്ടാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ദുർഗാദേവിയുടെ ടെമ്പിൾ കാണാൻ പറ്റും. പിന്നെ ഇതുവഴി താഴേക്ക് പോകുകയാണെങ്കിൽ അവിടെയാണ് ബോട്ടിങ്ങിൻ്റെ ഫെസിലിറ്റി എല്ലാം ഉള്ളത്. അപ്പോൾ സിനിക് ബ്യൂട്ടിയാണ് ആ സ്ഥലം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ചെക്ക് പോസ്റ്റിനകത്ത് കടന്നു കഴിഞ്ഞ ശേഷം ഇതുപോലെ നടക്കാനൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ വലിയ വലിയ മരങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ. ഒട്ടുമിക്ക പേരും തേക്കടിയിൽ വന്ന് ബോട്ടിങ്ങിലായിട്ട് പോകുമ്പോഴത്തേക്കും ബസ് എടുത്താണ് പോകാറ്. അപ്പോൾ ബസ് ആക്ച്വലി കൺവീനിയൻ്റ് ആണ്, കുറച്ച് ദൂരം നടക്കാറുണ്ട്, ഒരു 2 കിലോമീറ്റർ നടക്കാനുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബസ്സിൽ പോകുമ്പോഴത്തേക്കും ഈ രണ്ട് സൈഡിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഒത്തിരി മരങ്ങളും കുരങ്ങന്മാരും എല്ലാം ഉണ്ട്. അത് കണ്ട് എൻജോയ് ചെയ്ത് പോകുമ്പോൾ ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 1 സൈഡ് നിങ്ങൾക്ക് ബസ് എടുക്കാം, തിരിച്ച് പോകുമ്പോഴത്തേക്കും നടന്നു പോകണമാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഫേമസ് ആക്ടിവിറ്റിയാണ് സെൽഫ് ഗൈഡഡ് പക് ട്രയൽ. അപ്പോൾ ഈ കാട്ടിനുള്ളിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നടന്നു പോകാം. അതിന് 25 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഇതുവഴി നടന്ന് അങ്ങനെ പോകുമ്പോൾ അവിടെ സാമ്പാർ വീരെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ വേറൊരു ആക്ടിവിറ്റിയും ട്രൈ ചെയ്തില്ലെങ്കിൽ ഈ ആക്ടിവിറ്റി ട്രൈ ചെയ്യാം. അപ്പോൾ അതാ ഇവിടുത്തെ ഫേമസ് ഡിയർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഹ്യൂമൻസ് എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ ഏരിയ തന്നെയാണ് ആള്. അപ്പം ഞങ്ങളിപ്പോൾ പോവാണ് ജംഗിൾ ഇന്നിലേക്ക്. സോ യേ സബ് പെരിയാർ റിസർവ് ഫോറസ്റ്റ് में मिलेगा. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിലുണ്ട് ജംഗിൾ ഇൻ സ്റ്റേ വരെ എത്താനായിട്ട്. അപ്പം നമുക്ക് കാട്ടിനുള്ളിലൂടെ ഇതുപോലെ നടക്കണം. അഞ്ജലി ഇതാ കാട്ടിൽ നിന്ന് സാൻഡൽവുഡ് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. വൈറ്റ് സാൻഡൽവുഡ്. കാട്ടിനുള്ളിൽ വരുമ്പോഴത്തേക്കും കാട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ഏതോ ഒരു ജീവിയുടെ ബോണാണിത്. ഇത് കടന്നു വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട്. നാച്ചുറൽ ബ്രിഡ്ജ് ബനാക്കെ രഖാ ഹൈ. അപ്പോൾ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് കുറച്ച് ഗ്രേപ്സ് കൈ കരുതി ഒരു പ്ലാസ്റ്റിക് ബോക്സിലാണ് ഈ അഞ്ജലി വെച്ചിരിക്കുന്നത്. ഈ കാട്ടിനുള്ളിൽ വരുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് ഒട്ടും അലൗഡ് അല്ല. തിരിച്ചു പോകുമ്പോൾ ഈ പ്ലാസ്റ്റിക് ബോക്സ് ഒട്ടും മറക്കാതെ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ജംഗിളിന് വരെ ഞാൻ 1 കിലോമീറ്റർ എന്നാണ് വിചാരിച്ച. 1 കിലോമീറ്റർ അല്ല, ഒരു 3 കിലോമീറ്ററിൽ ഉണ്ടാവും നടക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എൻഷുർ ചെയ്യുക ഇതുപോലൊരു ബാക്ക് പാക്ക് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് സാധനങ്ങൾ കുറച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ നല്ല പാടായിരിക്കും. അവിടെയായിട്ടൊരു സാമ്പാർ ഡിയറുണ്ട്. ഞങ്ങളുടെ ശബ്ദം കേട്ട് ഇങ്ങോട്ട് നോക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് പോസ്റ്റിന് അടുത്തായിട്ട് തന്നെ ഈ ലീച്ച് സോക്സ് കിട്ടും. ആ ലീച്ച് സോക്സ് ഇടാൻ മറക്കരുത്. കാരണം എന്താ, ഇവിടെ ഒത്തിരി ലീച്ചസ് ഉണ്ട്. ലീച്ച് സോക്സ് ഇട്ടില്ലെങ്കിൽ കാലി കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ട്രെക്കിങ്ങിന് വരുമ്പോൾ നമ്മളെ കൂടെ ഗൈഡ് ഉണ്ടാവും. ഗൈഡ് തരുന്നതാണ്. അപ്പോൾ 2 പേർക്ക് 2 ലീച്ച് സോക്സ് കിട്ടി. ഞങ്ങൾ 2 പേര് ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ആന വന്ന് നടന്നാ തോന്നണേ. എല്ലാം ഇളക്കി മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിനുള്ളിലുള്ള ജംഗിൾ ഇൻ സ്റ്റേ. ഇതിന്റെ ലൊക്കേഷൻ നിങ്ങൾ നോക്കിയേ. അവിടെ ഇരുന്ന ഇത് മൊത്തം, ഈ ഓപ്പൺ സ്പേസ് മൊത്തം നിങ്ങൾക്ക് കാണാം. കാട്ടിനുള്ളിലാണെങ്കിലും റൂം ടൂർ തരണ്ടേ? ബാ കാണിച്ചു തരാം ജംഗിൾ ഇൻ സ്റ്റേ എങ്ങനെയാണെന്ന്. ഇതിന് മുകളിലാണ് നമ്മുടെ സ്റ്റേ. താഴെ നമ്മുടെ വരുന്ന ഗൈഡെല്ലാം സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. താഴെ 3 മുറിയുണ്ട്. നമുക്ക് മുകളിലേക്ക് പോകണം. ഈ ബാൽക്കണി നിങ്ങൾ കണ്ടു നോക്കി. ഇവിടെ ഇരുന്ന് അനിമൽസിനെ കാണാൻ എന്ത് കിടു വൈബായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് റൂമിനകത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ 2 സൈഡിലായിട്ട് 2 ബെഡുണ്ട്. ഈ ബെഡ് നല്ല വലുതാണ്. ഇവിടെ 2 പേർക്ക് കിടക്കാം. ഈ ബെഡിൽ 2 പേർക്ക് കിടക്കാം. ഈ സ്റ്റേ ആക്ച്വലി 2 പേർക്കുള്ളതാണെങ്കിലും 4 പേർക്ക് ഈസിലി ആയിട്ട് കിടക്കാൻ പറ്റും. പിന്നെ ഇവിടെ ലഗേജ് ഒക്കെ വയ്ക്കാനുള്ള ഫെസിലിറ്റി. അവിടെ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ രാത്രി ഇതുവഴി അനിമൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ജനലുണ്ട്, അതുപോലെ തന്നെ ഇവിടെ 2 ജനലുണ്ട്. അപ്പോൾ ഇത് മൊത്തം രാത്രി അനിമൽസ് വന്നാൽ കാണാനായിട്ട് വെച്ചിട്ടുള്ള ഓപ്ഷനാണ്. പക്ഷേ ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് അനിമൽസ് ഒന്നും കണ്ടില്ല. ഇവിടെ ഒരു പ്രോപ്പർ വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. കാട്ടിനുള്ളിലാണ്, നിങ്ങൾ ആലോചിക്കണം. ഇത്ര സൗകര്യമൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇറ്റ്സ് നീറ്റ്, നൈസ് ആൻഡ് മോർ ദാൻ എനിത്തിങ്. ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കിയേ. ब्यूटीफुल है ना? എങ്ങനെയുണ്ട് അഞ്ജലി കാട്ടിനുള്ളിലെ സ്റ്റേ? It's very beautiful, very peaceful. ഞങ്ങൾ അങ്ങനെ ലഗേജ് എല്ലാം സ്റ്റേക്കകത്ത് വെച്ച് ഇപ്പം പുറത്തിറങ്ങി ഒരു ചെറിയ വാക്കിനായിട്ട് കാട്ടിനുള്ളിലൂടെ. അപ്പോൾ അനിമൽസ് എന്തെങ്കിലും കാണാൻ പറ്റി അത് നിങ്ങളെയും കാണിച്ചു തരാമല്ലോ. എല്ലാവരും നടക്കുമ്പോഴത്തേക്കും മുന്നോട്ടും സൈഡിലോട്ടും നോക്കുന്നത്, പിന്നോട്ടാരും നോക്കാറില്ല. ബൈ മിസ്റ്റേക്ക് കടുവ എങ്ങാനും പുറകിൽ നിന്ന് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. पीछे से बोलेगा हाय. അനിമൽസിനൊന്നും കണ്ടില്ലെങ്കിലും കാട്ടിനുള്ളിലൂടെ ഇതുപോലെ നടക്കാനായിട്ടൊരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ്. വീണ്ടും ഒരു സാമ്പാർ ഡിയറിനെ കണ്ടു. ആക്ച്വലി കുറച്ച് ദൂരെയാണ്. ഞാൻ മാക്സിമം സൂം ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇവിടെ രാവിലെ ആന വന്നായിരുന്നു, അതിൻ്റെ എവിഡൻസ് ആണത്. ഇത് മുഴുവൻ ആന കാണിച്ചു വെച്ചിരിക്കുന്നതാണല്ലേ? മണ്ണ് മുഴുവൻ ഇളക്കിയിട്ടിരിക്കുന്നത്. ഓ, ആ പുല്ലിൻ്റെ ആ സൈഡ് മൊത്തം ഇളക്കിയിട്ടിരിക്കുന്നത് ആനയാണ്. ഓ, ആ സൈഡിൽ കാണുന്ന എല്ലാം പന്നി ഇളക്കിയിട്ടിരിക്കുന്നതാണ്. ഈ മുന്നിൽ വെള്ളത്തിൻ്റെ അടുത്ത് കാണുന്ന എല്ലാം ആന ഇളക്കിയിട്ടാണ്. ആനയെ തേടിയാണ് കഴിച്ച് ഞങ്ങൾ വന്നത്. ആന ഇതുവരെ കണ്ടില്ല. അവിടെ ആയിട്ട് 2-3 സാമ്പാർ ഡിയർ ഉണ്ട്. ക്ലിയർലി കാണാൻ പറ്റുന്നില്ല, എല്ലാവരും ഇരിക്കുകയാണ്. കണ്ണു മാത്രം ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. പെരിയാർ ടൈഗർ റിസർവിനകത്ത് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊരു ആക്ടിവിറ്റിയാണ് നൈറ്റ് സ്കൗട്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ ഒരു ഗൈഡ് കുറച്ച് പേരെ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുവരും അനിമൽസിനെ സ്പോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 4-5 കിലോമീറ്ററോളം നടക്കാനുണ്ട് അത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കാം. ഇത് അവിടെയായിട്ട് കുറച്ച് പേര് ഇതുപോലെ നടക്കുന്നുണ്ട്. ഇത് ആ കാണുന്നില്ല, അതൊരു സാമ്പാർ ഡിയറാണെന്നാണ് തോന്നുന്നത്. സമയം ഏകദേശം 9:30 അപ്പോൾ ഡിന്നർ ടൈമാണ്. ആക്ച്വലി ഇവിടെ ഗസ്റ്റിനായിട്ട് ഡിന്നർ പ്രിപ്പയർ ചെയ്യാറില്ല, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും പ്രിപ്പയർ ചെയ്യാറില്ല. അപ്പോൾ സ്റ്റാഫിനായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് ജീപ്പിൽ അവിടെ നിന്ന് കൊണ്ടുവരും ഇവിടേക്ക്. അപ്പോൾ ഇവിടെ ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല, ചായ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡിന്നർ വന്നു. ഇതെല്ലാമാണ് ഡിന്നർ. ചിക്കൻ കറി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ പഴവും 2 ഓറഞ്ച്, പിന്നെ 2 ബോട്ടിൽ വെള്ളവും കിട്ടി ഗൈസ്. टाइगर रिजर्व फॉरेस्ट में चिकन खा रहे हैं पा. അപ്പോൾ ഫുഡിനേക്കാളും ഏറ്റവും സ്പെഷ്യൽ ഇവിടുത്തെ ആംബിയൻസ് ആണ് ഗൈസ്. മൊത്തം സാമ്പാർ ഡിയറാണ് മുന്നിൽ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒരാൾ ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ ഫ്രൂട്ട്സും കഴിക്കുക. കാട്ടിനുള്ളിൽ ഇതുപോലെ താമസിക്കുന്ന ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ് ഗൈസ്. രാവിലെ കാട്ടിനുള്ളിൽ നടന്നു, ഇത്രയും ഡെൻസ് ഫോറസ്റ്റിനകത്ത്, പെരിയാർ റിസർവ് ഫോറസ്റ്റിനകത്ത് താമസിക്കുന്നു. അടിപൊളി ഡിന്നർ കഴിച്ചു. ഇപ്പോൾ ഒരു ബോൺ ഫയറും. കിടു വൈബല്ലേ അഞ്ജലി? Amazing, very beautiful experience. ഗൈഡ് ബിജു ആണ്. ഇപ്പോൾ ബിജു ആണ് ഞങ്ങളുടെ കാട്ടിലേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. हमें टाइगर खाया तो मेरी मम्मी बीजू को आके पूछेंगी. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ട്രെക്കിംഗ് തുടങ്ങി. ഞങ്ങൾ കാട്ടിനുള്ളിലേക്ക് നടന്നു പോകും.
പോവാണ്. രാവിലെ ഇപ്പോൾ സമയം ഏകദേശം 7:30 ഓക്കെ. കുറച്ച് മഴയായതുകൊണ്ട് അനിമൽസിനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും അനിമൽസിനെ ഒന്നും കണ്ടില്ലെങ്കിലും ഈ കാട്ടിനുള്ളിലൂടെ ഈ ആംബിയൻസ് നടക്കാൻ തന്നെ ഒരു വൈബാണ്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സഫാരിയുടെ ഓപ്ഷൻ ഇല്ല. ഇവിടെ 2-3 സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ട്രെക്കിംഗ് ആണ്. ട്രെക്കിംഗ് മീഡിയം ആൻഡ് ഇൻറ്റൻസീവ് ലെവലിലുള്ള ട്രെക്കിങ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്കായിട്ട്. ഇതുപോലെ ഒത്തിരി വാട്ടർ ബോഡീസ് ജംഗിളിനകത്തുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ആനയെ കണ്ടായിരുന്നു. ആ ആനയെ നോക്കിയപ്പോൾ ഞങ്ങൾ പോവാണ് കാട്ടിനുള്ളിലേക്ക്. ഞങ്ങൾ ഒത്തിരി കാടുകളിൽ ആക്ച്വലി ഇതുപോലെ സ്റ്റേയും ട്രെക്കിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാലും എപ്പോൾ കാട്ടിനുള്ളിൽ കയറിയാലും ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കാടിനുള്ളിലെ സ്റ്റേയും എല്ലാം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ നോക്കുക. ഒത്തിരി ജംഗിൾ റിലേറ്റഡ് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ മാർച്ച് ഏപ്രിൽ ആ ടൈമിൽ വരാൻ നോക്കുക. അതാകുമ്പോഴത്തേക്കും ഡ്രൈ സീസൺ ആയിരിക്കും. അനിമൽസിനെ ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റും. ദേ മഴ പെയ്യാണ്, കാട്ടിനുള്ള മഴ കാണാത്തവർക്കായിട്ട്. സ്ലോലി പവറക്കോ. കാട്ടിനുള്ളിൽ അനിമൽസ് മാത്രമല്ല ഒത്തിരി ബേർഡ്സും ഉണ്ട്, പിന്നെ സ്നേക്സും ഉണ്ട്. സ്നേക്സൊക്കെ ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കാണാൻ ഒത്തിരി ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജംഗിളിൽ ട്രെക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള റോക്സ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിക്കണം. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്റ്റേക്ക് 9600 റുപ്പീസാണ്. അപ്പോൾ 2 പേർക്ക് സ്റ്റേക്ക് ഓപ്ഷൻ ഉണ്ട്. അതുമല്ലാതെ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്കൊരു ഷോർട്ട് ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം ഉള്ളൊരു ലോങ് ട്രെക്കിംഗ് ഉണ്ട്. പിന്നെ നൈറ്റിലെ ഡിന്നർ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, 2 ടൈം ടീ ആൻഡ് സ്നാക്സ് അതുമുണ്ട്. അവിടെയായിട്ട് ആനയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഓടുകയാണ്. ആന കൂട്ടമുണ്ടല്ലേ? അയ്യോ, ഒരു വിഷ്വലി കിട്ടാൻ പറ്റി. ഓ, അതവിടെയുണ്ട്, അവിടെയുണ്ട്. ആനയുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് അവിടെ. ദേ ഒരു ആന, അവിടെ ഒരു ആന. ഒരു കുട്ടി ആനയുണ്ട്, ഇത് അവിടെ മിഡിലായിട്ട് കാണാം.
ഒത്തിരി പ്രായമില്ലല്ലോ, ചെറിയ ആനയല്ലേ, എല്ലാം ചെറുതാണ്. ചെറിയത്. അങ്ങനെ ആനയെ കണ്ടു. ഞങ്ങൾ ആക്ച്വലി തിരിച്ചു പോകുന്ന വഴിയിൽ തന്നെയായിരുന്നു ആന. അപ്പോൾ അതുവഴി ക്രോസ് ചെയ്ത് വരാൻ പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു ഇവിടെ ആന നിൽപ്പുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ പിറകിലൂടെ പോയി ആനയെ കണ്ടു. ഓ മൈ ഗാഡ്. ആക്ച്വലി നിങ്ങളിപ്പം ഇതുപോലെ കാട്ടിൽ ട്രെക്ക് ചെയ്യാൻ വരികയാണ്, ഇതുപോലെ ആനയെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഓടരുത്. എസ്പെഷ്യലി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം നല്ല സേഫ് ഡിസ്റ്റൻസ് വച്ച് ആനയെ കാണുക. ആനയെ കണ്ടു പാപ്പു, എങ്ങനെയുണ്ട്? ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? അങ്ങനെ ഞങ്ങൾ നടന്ന് തിരിച്ച് ജംഗിൾ സ്റ്റേയുടെ അടുത്ത് എത്താറായി. ലാസ്റ്റ് ആയപ്പോൾ ആനയെ കണ്ടിട്ട് ഒരു ഡിഫറെന്റ് വൈബ് തന്നെയായിരുന്നു അല്ലേ? It was about to attack क्योंकि उसके पास छोटा सा बच्चा था. It had small baby, so it was about to attack us. അപ്പോൾ രാവിലെ ഇതുപോലെ ട്രെക്ക് ചെയ്യുമ്പോഴത്തേക്കും ആനയെ കണ്ടു കഴിഞ്ഞുള്ള ഫീലിങ്ങിനെ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിവിടെ വരിക, വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുള്ളൂ. ജംഗിൾ ഇൻ സ്റ്റേയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് അതിൻ്റെ ജസ്റ്റ് മുന്നിലായിട്ട് ഇതുപോലെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ മഴ സമയത്താണെങ്കിൽ അനിമൽസിനെ കാണാൻ കുറച്ച് കുറവായിരിക്കും. ഡ്രൈ സീസൺ വന്നു കഴിഞ്ഞാൽ മുന്നിലായിട്ട് നിങ്ങൾക്ക് ഒത്തിരി അനിമൽസിനെ കാണാം, എസ്പെഷ്യലി മാർച്ച് ഏപ്രിൽ ആ ടൈമിൽ. അപ്പോൾ ഈ ജംഗിൾ ഇൻ സ്റ്റേയുടെ ചുറ്റും ഇതുപോലെ ട്രെഞ്ചസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനയ്ക്കൊന്നും എളുപ്പത്തിൽ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഈ മരത്തിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒത്തിരി പാരറ്റ്സ് ഇരിപ്പുണ്ട്. ഈ ജംഗിൾ ഇൻ സ്റ്റേയിൽ ഇലക്ട്രിസിറ്റി സോളാർ പവർ വഴിയാണ്. അപ്പോൾ നിങ്ങളുടെ വരികയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ജുഡീഷ്യസ്ലി യൂസ് ചെയ്യുക. കാരണം ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഇരുട്ടത്തിരിക്കേണ്ടി വരും. എന്തിനേക്കാളും പ്രധാനം ഈ ആംബിയൻസ് കണ്ടില്ലേ നിങ്ങൾ, ഇതൊരു വാച്ച് ടവർ ആണ്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇത് ജംഗിൾ ഇൻ സ്റ്റേ. ഇവിടെ സോളാർ പവർ, അവിടെ ഇരിക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അതിന് മുന്നിൽ ട്രെഞ്ചസും. More than anything, for a girl, if you find a swing and that to the middle of jungle, it's amazing. Government का भरोसा कर सकते हैं. ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ആക്ച്വലി കുറച്ച് മുകളിൽ നിന്ന് നമുക്ക് കാണാം. പക്ഷെ അനിമൽസ് ഒന്നും ഇപ്പൊ പുറത്ത് വന്നിട്ടില്ല. കുറച്ച് സൂക്ഷിച്ചു വരണം. കേറി വാ. അപ്പൊ ഇതെല്ലാമാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. കാട്ടിനുള്ളിൽ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇഡലിയുണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, അതിന്റെ കൂടെ 2 ബോയിൽഡ് എഗ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സിനായിട്ട് 2 ഓറഞ്ച്, 2 ഏത്തപ്പഴം. നോ ഇറ്റ്സ് ബിഗ് പഴം, ഏത്തപ്പഴം. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം കഴിച്ചിട്ട് പറയാം. അപ്പോൾ ജംഗിളിൽ നിന്ന് പോകാനുള്ള സമയമായി ഗൈസ്. എല്ലാം സേഫായിട്ട് ലോക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ജംഗിളിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ജംഗിളിന്നിൽ നിന്നും. ഇന്നലെ വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അടുത്ത തവണ കാണാം ജംഗിളിൻ. ബൈ ബൈ. മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ വരികയാണെങ്കിൽ മഴ സമയത്ത് ഒരിക്കലും വരരുത്. വരികയാണെങ്കിൽ ഡ്രൈ ടൈമിൽ വരണം. എന്നാൽ മാത്രമേ അനിമൽസ് നല്ലവണ്ണം സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ മഴ സമയത്ത് ആകുമ്പോഴത്തേക്കും അനിമൽസ് എല്ലാം കാട്ടിനുള്ളിലായിരിക്കും. കാരണം അവിടെ വെള്ളത്തിന് സപ്ലൈ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല, നമ്മുടെ ഈ ജംഗിൾ സ്റ്റേയുടെ അടുത്തേക്ക് വരില്ല. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മാർച്ച് ഏപ്രിൽ മെയ് ആ ടൈം നോക്കി ബുക്ക് ചെയ്ത് വരിക. ഞങ്ങൾ ഒരിക്കൽ കൂടെ വരുന്നുണ്ട്. ആ സമയത്ത് അനിമൽസിനെയൊക്കെ കാണണ്ടേ. അവിടെ ആയിട്ടൊരു വാച്ച് ടവർ ഉണ്ട്. അതിന് ലുക്ക് നോക്കിയേ. ഇത് രാവിലെ ഇവിടെ ആന വന്നായിരുന്നു. രാവിലെയാണോ ഇന്നലെയാണോ എന്നറിയില്ല, പക്ഷെ ആന വന്നായിരുന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ വരാൻ നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ അലൗഡ് അല്ല. അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല. കാട്ടിനുള്ളിൽ ഇതുപോലുള്ള ഒരു ക്യാമ്പയിൻസിൽ നടക്കുമ്പോൾ കുറച്ച് പേടിയാവും. ബട്ട് എന്താ പറയുക, എസ്പെഷ്യലി ഇഡീസ് വരുമ്പോഴത്തേക്ക് അഞ്ജലിയും കുറച്ച് പേടിച്ചിരിക്കുകയാണ്. അപ്പം സൂക്ഷിച്ച് എല്ലാം നോക്കിയും കണ്ട് നടന്നാൽ മതി, കാലിലൊന്നും കടിക്കില്ല. അങ്ങനെ നടന്ന് ജംഗിളിൻ്റെ അവസാനത്തെ പാത്തിലും എത്തി. അയ്യോ, ഒരാൾ ഇവിടുന്ന് ഗോവ കഴിക്കുകയാണ്. ഒരാളുടെ കാലില് മൊത്തം ലീച്ചാണ്. मेरा पाव में सुपर आटा है बहुत सारा.
आटा बोलते हैं लीच है. ഓ ഇപ്പൊ കാണാൻ പറ്റുമോ? അയ്യോ എങ്ങനെയാടാ? ഇല്ലെങ്കിലേ പ്രശ്നമുള്ളൂ, ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ നമ്മൾ വാച്ച് ടവറിൽ പോകുമ്പോഴത്തേക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഫുൾഫിൽ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ പേരും ഡീറ്റെയിൽസും അഡ്രസ്സ് എല്ലാം എഴുതി കൊടുക്കണം, ഒരു ഡിക്ലറേഷൻ പോലെ. അപ്പൊ അത് ചെയ്യാനിപ്പോൾ. അപ്പൊ ഈ രണ്ടുപേരുമാണ് ഞങ്ങളെ കൂടെ വരുന്നത്. പേരെന്താണ്? അജേഷും പ്രഭു. അപ്പൊ രണ്ടുപേരും ഞങ്ങളെ കൂടെ കാണും. അപ്പോൾ നിങ്ങൾ വാച്ച് ടവർ വരികയാണെങ്കിൽ ഇവിടെയാണ് വരേണ്ടത്. 1 മണിക്ക് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം, കാരണം കുറച്ച് ജംഗിളിനുള്ളിലേക്ക് നടന്നു പോകാനുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു പോവാണ് വാച്ച് ടവറിലേക്ക്. ആദ്യം നമുക്ക് ബസ്സിൽ പോകണം ബോട്ടിംഗ് സ്ഥലം വരെ, അതിനുശേഷമാണ് ട്രെക്കിംഗ്. അപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് സ്ഥലത്ത് ഇറങ്ങി ദേ പോവാണ് ബോട്ടിങ്ങിലേക്ക്. ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ബോട്ടിംഗ് പോയിന്റിലെത്തി. ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഈ 3 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട്. കൂട്ടത്തിൽ ഗണ്ണുള്ള ഒരാളും ഉണ്ട്. हमारे गन में इनके हाथ में गन है, तो हार्डी एंड डिपेंडेबल गाइड के साथ, प्रोटेक्शन के साथ हम लोग जा रहे हैं. घमंड और प्राउड के साथ क्राउड से आगे. പോടാ. അപ്പോൾ ഞങ്ങൾ ആ ബോട്ടിലാണ് പോകുന്നത്. കൊള്ളാൻ കേട്ടൊരു അടിപൊളി ഫീലാണിത്. അപ്പൊ ഞങ്ങൾ ഇതാ ഇപ്പൊ ബോട്ടിൽ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ബാഗ് താഴെ വയ്ക്കൂ. अभी इधर बताइए रास्ता किधर है? रास्ता भी नहीं है, जंगल के अंदर जा रहे हैं. അപ്പം ഞങ്ങളെ ബോട്ട് കൊണ്ടാക്കി ദേ പോവാണ് ഞങ്ങൾ കാട്ടിനുള്ളിലേക്ക്. അപ്പോൾ ആ കാണുന്നതാണ് വാച്ച് ടവർ സ്റ്റേ. അങ്ങനെ ഞങ്ങൾ ട്രെക്ക് ചെയ്ത് എടപ്പാളയം വാച്ച് ടവർ എത്തി കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഇതിനടുത്തായിട്ടൊരു ചെറിയ റൂമുണ്ട്. ഇത് ഞങ്ങളുടെ കൂടെ വന്ന സ്റ്റാഫിന് താമസിക്കാനുള്ള സ്ഥലവും പിന്നെ ചെറിയൊരു കിച്ചണുമാണ്. അപ്പോൾ പോരും നമുക്ക് അകത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാം വാച്ച് ടവർ എങ്ങനെയാണെന്ന്. അപ്പം ജംഗിളിൻ പോലെ ഇവിടെയും ട്രെഞ്ചസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വൈൽഡ് അനിമൽസിന് അകത്തേക്ക് കയറാതിരിക്കാനായിട്ട്. അഞ്ജലി നീ പോര്. ഇതാണ് കഷ്ടപ്പാടാണ്. ഒരു അടിപൊളി സംഭവം കാണിച്ചു. ഇത് കണ്ടോ? ചിലവര് ഇത് വൈൽഡ് ഗോർ എന്ന് പറയും, ഇല്ലെങ്കിൽ കാട്ടി എന്ന് പറയും. അതിന്റെ സ്കള്ളാണിത്. ഒറിജിനൽ ആണ്. ഇവിടെയാണ് വാഷ്റൂമും. അപ്പൊ ഇതുവഴിയാണ് മോളിൽ കയറേണ്ടത്. ബാ. ബാബാ
കുറച്ച് ഹൈറ്റ് കുറവാണ്, കാരണം ഇതൊരു വാച്ച് ടവർ പോലെയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക് ഗൈസ്, എന്ത് കിടുവാണെന്ന്. വൈകുന്നേരം ഒരു 4-5 മണിയാകുമ്പോൾ ഇവിടെ അനിമൽസ് വരാൻ തുടങ്ങും. അപ്പോൾ പറഞ്ഞതനുസരിച്ച് ഇവിടെ സാമ്പാർ ഡീറും പിന്നെ എന്താ പറയുക ഗോറും ആനയും വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാൻ വൈകുന്നേരം എന്താവുന്നു. അപ്പോൾ ചെറിയൊരു സീറ്റിംഗ് സ്പേസ് ആണ് ഇവിടെ. അത് കഴിഞ്ഞ് ഇതാണ് മുറി. കാട്ടിനുള്ളിൽ കൊട്ടാരമല്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാട്ടിനുള്ളിലെ കൊട്ടാരം. ഇവിടെ ചുറ്റിനും കണ്ണാടിയാണ്, കാരണം അനിമൽസ് വന്നു കഴിഞ്ഞാൽ ഈസിലി കാണാനായിട്ട്. അടിപൊളിയല്ലേ. ചെറിയൊരു ബെഡുണ്ട്, പിന്നെ ഇവിടെ ടേബിൾ ഉണ്ട്, ആൻഡ് ഇവിടെ ഇതും കർട്ടനാണ് ആക്ച്വലി അനിമൽസ് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട്. അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഈ ആന എന്താ പറയുക ഈ ടവറിന്റെ മുന്നിൽ 1973 വന്നതാണ്. ആൻഡ് ഇതായിരുന്നു എടപ്പാളയം വാച്ച് ടവർ 1975. അപ്പോൾ റൂമിനകത്ത് എത്തി ഗൈസ്. ഞങ്ങൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നില്ലേ, ടീയും സ്നാക്സും എല്ലാം റെഡിയാണ്. നമുക്കത് കഴിക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇവിടെയാണ് കിച്ചൺ. ഞങ്ങൾക്ക് നൈറ്റുള്ള ഫുഡ് പ്രിപ്പയർ ആവുകയാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ ഈ എടപ്പാളയം വാച്ച് ടവർ അല്ലെങ്കിൽ ജംഗിൾ ഇൻ ഈ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്റ്റേ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും കുട്ടികൾ അലൗഡ് അല്ല, ഓൺലി അഡൽട്സ് ആണ് ഇവിടെ അലൗഡ് ആയിട്ടുള്ളത്. കാരണം ജംഗിളിന്റെ നടുക്കാണ്, അപ്പൊ അതിന്റേതായ റിസ്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ കുട്ടികളുടെ ഇവിടെ അലൗഡ് അല്ല. टी और स्नैक्स जंगल के बीच में. चलिए. फुल वीआईपी ट्रीटमेंट जंगल के बीच में कार्डमम चाय. ഞങ്ങൾ ആക്ച്വലി എന്താ പറയുക വാച്ച് ടവറിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു സാമ്പാർ ഡിയർ ഈ വെള്ളത്തിൽ നിന്ന് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി അതിന് വീഡിയോ എടുക്കാൻ ഓടി വന്നപ്പോഴത്തേക്കും ആളകത്ത് കയറി കഴിഞ്ഞു. ഇതാണ് ഹ്യൂമൻസിന്റെ പ്രസൻസ് ചെറുതായിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ അനിമൽസ് എല്ലാം ജംഗലിന്റെ അകത്തേക്ക് പോകും. ബട്ട് എന്തൊക്കെയായാലും ഇത് വ്യൂ അല്ലേ. ഈ ഒരു ഓപ്ഷൻ, അതായത് എടപ്പാളയം വാച്ച് ടവർ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ജംഗിൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഫീമെയിൽ ആണല്ലേ അത്? ഓ, ഇതിന് കൊമ്പില്ല. സാമ്പാർ ഡിയർ തന്നെയല്ലേ ഇത്? സ്പോട്ടഡ് ഡിയർ ഇല്ല. ഓ, ബന്ദിപ്പൂരാണ് സ്പോട്ടഡ് ഡിയർ മൊത്തം. ഓ, അങ്ങനെ ഒരു വൈൽഡ് ബോറിനെയും കണ്ടു. കുറച്ച് ദൂരത്തിലാണ് 9XL ഞാൻ എടുക്കുന്നത്. കൊഴിഞ്ഞു പോകും. ഉണ്ട് രണ്ടുപേരും ഉണ്ട്. ആ 2 ഫീമെയിലാണ്. പക്ഷെ ഇപ്പൊ 2 മാൻ ഇപ്പൊ വന്നു വെള്ളത്തിൽ. 2 മെയിലാണ് ആക്ച്വലി. 2 മെയിലാണ് വെള്ളത്തിൽ കളിക്കാണ് 2 പേരും. കിട്ടി. ആ കിട്ടി. നമ്മളെ ശബ്ദം കേൾക്കാൻ പറ്റുമോ അവർക്ക്? ചെറുതായിട്ട് കേൾക്കും. യഥാർത്ഥ ഫോണല്ല കേട്ടോ, അത് അതിന് ആൻഡിലർ എന്നാ പറയുന്നത്. ഓ ശരി ആൻഡിലർ. കാരണം ഇത് എല്ലാ വർഷവും ഫോൺ പെർമനന്റ് ആണ്. ഇത് ബൈസിന്റെ ആൻഡിലർ. ആൻഡിലറിന് യഥാർത്ഥ സ്കിൻ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാകുന്നതാണ് ആൻഡിലർ. അത് എല്ലാ വർഷവും കുഴിക്കും. അവിടെയായിട്ടൊരു കൊക്കിനെ കഴുക പിടിച്ചു വരെ ജസ്റ്റ് മുന്നിൽ വെച്ച് കാല് കൊണ്ട് ചവിട്ടി പിടിച്ചിരിക്കുകയാണ് ആക്ച്വലി. അപ്പം ഞങ്ങളുടെ സ്റ്റേയുടെ ജസ്റ്റ് മുന്നിലായിട്ട് ഇതായി കാട്ടുപന്നി വന്നു. അതിൻ്റെ കുറേ കുട്ടികളുണ്ട്. തന്നെ നിൽക്കുക. അത് സാമ്പാർ ഡിയറാണോ? പോത്തിനെ കിട്ടിയായിരുന്നു.
മുകളിലായിരുന്നോ? അത് ഞാൻ കണ്ടായിരുന്നു, ആ സൈഡില്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേയുടെ അടുത്തായിട്ട് ഒത്തിരി പോർക്കപ്പൈൻസ് ഉണ്ടായിരുന്നു. അതുമല്ല സാമ്പാർ ഡിയറിനെ കണ്ടു. ആൻഡ് സാമ്പാർ ഡിയറിന് കോളിങ്ങും ഉണ്ടായിരുന്നു. ടൈഗറിനെ എന്തോ കണ്ടിട്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ നോക്കാൻ ഞങ്ങൾ ടോർച്ച് അടിച്ച് എന്തായാലും. സാമ്പാർ ഡിയർ ഞങ്ങളുടെ സ്റ്റേയുടെ തൊട്ട് മുന്നിലായിട്ടൊരു സാമ്പാർ ഡിയർ. ഒത്തിരി സമയമായിട്ടില്ല, ഒരു 7 മണി ആയതേ ഉള്ളൂ. അപ്പം ഇനി രാത്രി ആകുമ്പോഴത്തേക്കും ഇവിടെ ചുറ്റിനും അനിമൽസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 8 മണിയായി, ഡിന്നർ ടൈമായി. ഡിന്നർ എല്ലാം റെഡിയായി. മുന്നിൽ സാമ്പാർ ഡിയറും ഈ ഒരു ആംബിയൻസിൽ ഇരുന്നായിരുന്നു ഡിന്നർ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അഞ്ജലി ഇന്ന് ഡിന്നറിന്? സലാഡുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, കേരള പൊറോട്ട. അപ്പം ഇനി ഡിന്നർ കഴിച്ചിട്ടാവും ബാക്കി വിശേഷം. ഞങ്ങൾ ആക്ച്വലി कितना अच्छा नीट से सेटअप करके मिला है खाना खाने के लिए. It's really beautiful and I really thank Kerala government for arranging this. അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും നോക്കാം അനിമൽസ് എന്തെങ്കിലും വരുന്നുണ്ടോന്ന്. वाव, ये मेरे सामने है porcupine. वो टच का पैसेज बना हुआ है और वहीं पे है वो लोग. अगर इधर आया तो हम लोग गए. ഇന്നലെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഡിന്നറൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഉറങ്ങി. അപ്പോൾ രാത്രി ഏകദേശം 2-2:30 ആയപ്പോഴത്തേക്കും ഒത്തിരി ബൈസൺ ഞങ്ങളുടെ കോട്ടേജിൻ്റെ അതായത് സ്റ്റേയുടെ മുന്നിലായിട്ട് വന്നായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇത്ര വിഷ്വൽസ് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ബട്ട് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ബൈസൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ട് പോവാ. എന്നിട്ട് നമുക്ക് പോകാൻ ട്രെക്കിങ്ങിലേക്ക്, കാട്ടിനുള്ളിലേക്ക്. ഞങ്ങളുടെ ജസ്റ്റ് സ്റ്റേയുടെ മുന്നിലായിട്ടാണ് ബൈസൺ. ഒത്തിരി ബൈസൻ്റെ ഒരു കൂട്ടം തന്നെയാണ്. ഞങ്ങൾ എന്നെ കണ്ടു അവിടെ നിന്ന് 2 എന്നെ കണ്ടു. ഇവിടെയുണ്ട്. ചെറിയൊരു മൂവ്മെൻറ്റ് മനസ്സിലാക്കിയാലും മതി, ഒരു കാട്ടിലേക്ക് തിരിച്ചു കയറിപ്പോവും. ഞാൻ വളരെ ശബ്ദം കുറച്ച് സംസാരിക്കണം, എന്നിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി ഞാനിവിടെ ഉണ്ടെന്ന്. ഇതാണ് ഫേമസ് നീലഗിരി ലംഗൂർ. पेरियार नेचर इन्फॉर्मेशन सेंटर में अगर गए होते और वहाँ अच्छे से देखा होता तो ये सब जानवर का नाम अच्छे से पता रहेगा. देखने के टाइम में और एक्साइटमेंट लगेगा. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 7:30 ഞങ്ങൾ പോവാണ് വീണ്ടും കാട്ടിനുള്ളിൽ ട്രെക്കിങ്ങിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡും ഉണ്ട്, പിന്നെ ഗൺ പിടിച്ചൊരു പോലീസ് ഓഫീസറുണ്ട്. അപ്പോൾ നിങ്ങൾ കടുവയുടെ സെൻസസ് എടുക്കാൻ സമയത്ത് ക്യാമറ ട്രാപ്പ് ഒന്ന് കേട്ടിട്ടുണ്ടാവും. ഇത് ഈ 2 സൈഡിലായിട്ട് ക്യാമറ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം.
ഓ, കാട്ടിനുള്ളിൽ വരികയാണെങ്കിൽ ഒട്ടും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. നടക്കുമ്പോൾ തന്നെ പയ്യെ വേണം നടക്കാനായിട്ട്, അല്ലെങ്കിൽ അനിമൽസ് ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റും. അവരെളുപ്പം കാട്ടിനുള്ളിലേക്ക് നടന്നു പോകും. അപ്പം ഇത് കടുവയുടെ പഗ് മാർക്കാണ്. വെസ്റ്റേൺ ഗാർഡ്സിൽ കാണുന്ന ഏറ്റവും വലിയ ബീൻസാണിത്. എൻറ്റാഡ റീച്ചിയ. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ബീൻസ്. ഓ, എന്ത് അടിപൊളി വ്യൂ അല്ലേ. ഞങ്ങളൊരു മലയുടെ മുകളിൽ വരെ കയറി. അവിടെ പെരിയാർ റിവറാണ് ആൻഡ് 2 മൗണ്ടെയിൻസ്. എങ്ങനെയുണ്ട് അഞ്ജലി വ്യൂ? Amazing, na? Breathtaking. This is called breathtaking view. പെരിയാർ ടൈഗർ റിസർവിനകത്ത് ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ട്രെക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷനാണ് വാച്ച് ടവർ. അപ്പോൾ 2 പേർക്ക് ചേർന്ന് 10,000 രൂപയാണ് ഇതിന് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി ട്രെക്കിംഗ്, അടിപൊളി സ്റ്റേ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ടീ ആൻഡ് സ്നാക്സും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞ പോലെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ താഴെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് എടപ്പാളയം വാച്ച് ടവർ സ്റ്റേ ആൻഡ് ട്രെക്കിംഗ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട കാര്യമാണിത്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് വാൾപേപ്പർ അല്ല, ഇത് വെസ്റ്റേൺ ഗാർഡ്സ് ആണ്, പിന്നെ പെരിയാർ റിവറും. അപ്പോൾ ഇതുപോലൊരു അടിപൊളി എക്സ്പീരിയൻസിനായിട്ട് നിങ്ങൾ വരിക വാച്ച് ടവറിലേക്ക്. ഈ വെള്ളം കുറച്ചുകൂടെ മുന്നോട്ട് വരെ ഉള്ളൂ. അതെ, അവിടെ കൊണ്ട് വെള്ളം തീരും. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് ഈ വെള്ളം കയറി കിടക്കുന്നതാണ് ഈ സൈഡ്. ആദ്യമൊക്കെ ഞാൻ വരുമ്പോൾ ഇവിടെ കണ്ടവരൊക്കെ വെള്ളം ഉള്ളായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി ഇപ്പം വെള്ളം കൂടുതൽ നമുക്ക് ധൈര്യമായിട്ട് നടക്കാൻ പറ്റും. നമ്മള് വഴി ബ്ലോക്കും എക്സ്പെക്ട് ചെയ്യും. ചിലപ്പോ കാടല്ലേ, ആന പിന്നെ വേണമെന്നില്ല, വല്ല കാട്ടുപോത്ത എന്തെങ്കിലും വഴി ഓടാത്ത ഇതാണെങ്കിൽ കരടി ഏറ്റവും ഡേഞ്ചർ. തൊട്ടടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാല് ചിലപ്പോ അവനും വഴി കാണുകയില്ല, നമുക്കും വഴി കാണുകയില്ല. അവൻ ഇങ്ങോട്ട് വരുമായിരിക്കും, അവന് വേറെ വഴി കാണത്തില്ല. സൂപ്പർ ട്രക്കിംഗ് ചെയ്യുന്ന സമയമാണ്. മഴക്കാലം കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഒക്ടോബർ നവംബർ ഡിസംബറിലാണ് മഴ പെയ്തത്. സാധാരണ ജൂൺ ജൂലൈയാണ്. ജൂൺ ജൂലൈ മഴയില്ലായിരുന്നു. 125 124 ഉള്ളായിരുന്നു. എത്ര കണ്ടാലും മതി വരില്ല ഗൈസ് ഈ വ്യൂ. ഇനിയും വരാനായിട്ട് ഉറപ്പായിട്ടും മനസ്സിൽ തോന്നും. കയറാൻ നേരത്തെ എളുപ്പമായിരുന്നു, ഇറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. ഓ, സൂര്യപ്രകാശം വരില്ല. ഓ, സെമി ഡെൻസ് ഫോറസ്റ്റ്. ഒരു ടൈപ്പ് ഓഫ് ടീക്കാണ്. ഇതിന്റെ പേര് നേക്കഡ് ലേഡി ഓഫ് ദ ഫോറസ്റ്റ് എന്താണ്, കാരണം ഇതിന്റെ സ്കിൻ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. തുടർ ഇതും ടീക്കാണോ? ഇത് തേക്കല്ല, ഇത് പറഞ്ഞ നേക്കഡ് ലേഡി. ഓ, നേക്കഡ് ലേഡി ഓഫ് ദ ഫോറസ്റ്റ്. ഓ, ചീഫ് ഓഫ് ദ ട്രൈബ്. ഈ കുഴി ബിയർ ഉണ്ടാക്കിയതാണ് വേംസിനെയൊക്കെ നോക്കാൻ നേരത്ത്. ഇവിടെ മൊത്തമുണ്ട് ബിയറിൻ്റെ. ഇതെല്ലാം ബിയർ കുഴിച്ചതാണ് വേംസ് നോക്കാനായിട്ട്. അപ്പോൾ ഇത് നോർമലി പോകുന്ന വഴിയായിരുന്നു, ഒരു മരം വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇതിപ്പം അടുത്തവർക്ക് പോകാനായിട്ട് ക്ലിയർ ചെയ്യാണ്.
रणबीर सिंह कहाँ कहाँ गया और अपने दीपिका पादुकोण के लिए फ्लावर खोज के लिए आया. देखो हम तुम्हारे लिए लेके आए. പെരിയാർ ഇതാ पेरियार में था. ഇതിനകത്ത് എന്തുമാത്രം ചെലന്തിയാണെന്ന് കണ്ടോ. ഇതാണ് ഇവിടെ കാണുന്ന ജെയിൻ സ്പൈഡർ. ഫീമെയിലാണ്. तुम्हारा शू बाबू. अनुरंज वाटरफॉल के पास जा रहा है. ओई well done my boy. അപ്പൊ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇതിന്റെ പേരാണ് എടംപിരി വലംപിരി. അപ്പോൾ മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ്. ഇതിന്റെ റൊട്ടേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ലെഫ്റ്റ് ആയിരിക്കും, മറ്റൊന്ന് റൈറ്റ് ആയിരിക്കും. Especially for hair growth and all. ഇതാണ് കാട്ടിനുള്ളിലെ ലീച്ച്. ഇത് എന്റെ ഷൂവിലേക്ക് കയറാൻ നോക്കുകയാണ് ഒരാള്. ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. ലീച്ച് സോക്സ് അടിച്ചത് ഇത്രയും അട്ടയുണ്ട് ഷൂസിനകത്ത്. ലീച്ച് ഡാൻസ്. അപ്പൊ നമുക്ക് കഴിക്കാം. ഷൂ ഇനിയിപ്പോൾ ഉടനെ എടുത്തിട്ടല്ലേ നമ്മൾ വീണ്ടും കഴിക്കും. അപ്പോൾ ഞങ്ങൾ ട്രെക്കിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചപ്പാത്തി ഉണ്ട്, പിന്നെ ചായ, പിന്നെ മുട്ടക്കറി. അടിപൊളിയല്ലേ അഞ്ജലി? अड़ीपोली. सुबह ब्रेकफास्ट बना के दिया कोई तो बड़ा आनंद आता है. ട്രെക്കിങ്ങിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. കുറച്ചു നേരം ഈ പുൽമേടിലെ എവിടെ ഇരുന്നു പീസ്ഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആവാറായി. 1:45 ഞങ്ങൾ ബോട്ട് വരും. തിരിച്ച് പെരിയ ടൈഗർ സോൺ ചെക്ക് പോസ്റ്റിൽ അവിടെ വരെ നമുക്ക് പോകണം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കാട്ടിനുള്ളിലാണ് വരുന്നത്. അപ്പോൾ കുറച്ച് അമ്യൂണിറ്റീസ് ലക്ഷറി ആയിട്ടുണ്ടാവില്ല, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ്. നിങ്ങൾ ജംഗിളിനകത്ത് കൊണ്ടുപോകണമെങ്കിലും ഫാമിലിയെ പോലെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് വരിക. എസ്പെഷ്യലി ലേഡീസ് ആണെങ്കിലും കുറച്ച് പ്രശ്നം ഉണ്ടാവും ജംഗിളിൻ്റെ അകത്ത് വരുമ്പോഴത്തെ എങ്ങനെയായിരിക്കും വിചാരിച്ച് ആരും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അടിപൊളിയായിട്ട് കാട് എൻജോയ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ലഞ്ചിന്റെ എന്തൊക്കെയാ വിഭവങ്ങളെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടുത്തെ ഫുഡില്ലേ, അതാണ് ഏറ്റവും കിട്ടും. ഫുഡ് അടിപൊളിയാണ്. സാമ്പാറുണ്ട്, ഒരു തോരനുണ്ട്, പപ്പടമുണ്ട്, പിന്നെ നമ്മുടെ സലാഡുണ്ട്, പിന്നെ റൈസ്. അപ്പം നമുക്കിനി കഴിക്കാം. കഴിച്ചിട്ട് പറയാം ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 1:45. ഞങ്ങളുടെ ബോട്ട് ഇപ്പോൾ വരും. ആ ബോട്ടിലാണ് ഞങ്ങൾ തിരിച്ച് ബോട്ടിംഗ് ഏരിയയിലേക്ക് പോകേണ്ടത്. അവിടെ നിന്ന് ചെക്ക് പോസ്റ്റിലേക്ക് പോകണം. പെരിയ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയും കൊണ്ട് ഇവിടം വരെ ഒരു 3-4 കിലോമീറ്റർ വരണം. അപ്പോൾ അവിടെയാണ് ബാംബൂ ഗ്രൂപ്പ്.
ഇതിൻ്റെ സ്പെഷ്യൽ പാർക്കിംഗ് ഉണ്ട് ബാംബു ഗ്രൂവിൻ്റെ, പക്ഷേ അവിടെ ഫുള്ളാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ടാക്കി പാർക്ക് ചെയ്തു. വൈകുന്നേരം അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യും. അപ്പം നമുക്കിപ്പോൾ പോവാം. ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക്. So ये है बैम्बू ग्रूव का एंट्रेंस. यहीं पे रिसेप्शन भी है. ऑलरेडी चेक इन फॉर्मेलिटीज कंप्लीट कर लिया. गवर्नमेंट फैसिलिटी इतना सुंदर हो सकता है क्या? देखो इंडिया आगे बढ़ रहा है. അപ്പോൾ ഇതാണ് ബാംബു ഗ്രൂവ്. ഞങ്ങളുടെ ചെക്കിംഗ് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റൂമിലേക്ക് പോവാണ്. ഇവിടെ ഒത്തിരി പ്രൈവറ്റ് പ്രോപ്പർട്ടീസും ഉണ്ട്. ഓക്കെ, ബട്ട് നിങ്ങൾ ആലോചിക്കുന്നത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് ജംഗലിനടുത്തായിട്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ബാംബു ഗ്രൂവ്. कैंपस सुंदर है ना, पूरा बैम्बू बैम्बू ही है, शायद इसलिए नाम बैम्बू ग्रूव रखा है. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ കോട്ടേജ്. अनुरंज को इतना पसंद नहीं आया. इट इज़ नियर रेस्टोरेंट एरिया. റെസ്റ്റോറൻറ്റ് അടുത്താണെങ്കിൽ എന്താ പറയുക, കുറച്ച് ശബ്ദം ഉണ്ടാവില്ലേ, ആ ഒരു പ്രശ്നം മാത്രമേ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഇതാണ് ബാംബു ഗ്രൂവ്. ഇതൊരു ബഡ്ജറ്റ് സ്റ്റേ ആണ് ഇവിടെ പെരിയാർ ടൈഗർ റിസർവിനകത്തുള്ള. ഇതിന് ഒരു ദിവസത്തേക്ക് 2000 രൂപയാണ്, 2500 രൂപയാണ്. അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് ഇതുപോലൊരു സ്റ്റേ വേണം. പ്രൈവറ്റിൽ പോയി നോക്കുന്നതിനേക്കാളും നല്ലത് ഗവൺമെൻറ് സ്റ്റേ നോക്കുന്നതായിരിക്കും. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. ആൻഡ് ഇതാണ് വാഷ്റൂം. വാവ്, വാഷ്റൂം നീറ്റാണ്, എല്ലാം പ്രോപ്പറായിട്ടുണ്ട്. TV ഉണ്ട്, ഞങ്ങൾ യൂസ് ചെയ്യില്ല. അവിടെ ഒരു അലമാരിയുണ്ട്. കൊള്ളാം, മോശമില്ല, അടിപൊളിയാണ്. പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിനകത്ത് ഈ ആക്ടിവിറ്റിയിൽ ഒരു ആക്ടിവിറ്റിയാണ് ട്രൈബൽ ഡാൻസ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിപ്പോൾ പോവാണ്. 6 മണിക്കാണ്. ഇതും ഈ ടിക്കറ്റും ഓൺലൈനിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ നേരത്തെ ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മണി തൊട്ട് 7 മണി വരെ ട്രൈബൽ ഡാൻസ് ആണ് ഈ ബാംബു ഗ്രൂവിൽ. അതിന് ഓപ്പോസിറ്റായിട്ടൊരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിലായിരിക്കും ഈ ആക്ടിവിറ്റി. ഞങ്ങളങ്ങനെ ഇപ്പോൾ ട്രൈബൽ ഡാൻസ് കഴിഞ്ഞ് പുറത്തിറങ്ങി. അടിപൊളി ആക്ടിവിറ്റി ആയിരുന്നു. ആക്ടിവിറ്റിയിൽ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. മൊത്തം പാർട്ടിസിപ്പൻറ്റിനെയും എൻഗേജ് ചെയ്ത് വെച്ച് ഈ 1 മണിക്കൂർ ആക്ച്വലി എന്താ പറയുക, ഇവിടെ തേക്കടിയിൽ വരുന്നവർ കുറച്ച് പേര് മാത്രമേ ഈ പെർഫോമൻസ് കാണാൻ പോകാറുള്ളൂ. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. 6 to 7 PM ആണ് ഈ എന്താ പറയുക പെർഫോമൻസ് ഷോ. ഇന്നലെ ഞങ്ങൾ ബാംബു ഗ്രൂവിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ഒന്നും ചെയ്തില്ല, മൊത്തം റെസ്റ്റ് ആയിരുന്നു. കാരണം ഇന്ന് ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അടുത്ത ദിവസം രാവിലെയായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്ത് വന്നു. എന്നിട്ട് ബാംബു ഗ്രൂവിൻ്റെ ക്യാമ്പസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. So अभी मैं हूँ बैम्बू ग्रूव में और यहाँ का मॉर्निंग प्लेजेंट एंजॉय कर रहे हैं. सुबह उठने के बाद एक बर्ड है जो आपको सीटी बजा के उठाएगा यहाँ पे. ബാംബു ഗ്രൂവിൽ ഒത്തിരി കോട്ടേജസ് ഉണ്ട്. ആ കോട്ടേജസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ പേരാണ് ഇരവികുളം. ഈ കോട്ടേജിൻ്റെ പേര് ഇരവികുളം എന്നാണ്. അപ്പോൾ ആ കോട്ടേജിൻ്റെ പേര് പറമ്പിക്കുളം എന്നാണ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കോട്ടേജസിൻ്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാൻ പറ്റും ഏതൊക്കെ കാട്ടിൽ പോകണമെന്നുള്ളത്. അപ്പോൾ പറമ്പിക്കുളം, ഇരവികുളം, ഇവിടെ എല്ലാം ഞങ്ങൾക്ക് പോകാനുണ്ട് ഇനിയും. ആൻഡ് ഇതിൻ്റെ പേരാണ് ഷെൻതുരുണി, ഈ കോട്ടേജിൻ്റെ പേര്. അടിപൊളിയല്ലേ? ഈ കോൺസെപ്റ്റ് ആക്ച്വലി അടിപൊളിയാണ്. അപ്പോൾ എന്താ പറയുക, ഫോറിനേഴ്സും പുറത്തുനിന്ന് വരുന്നവർക്കും അറിയാൻ പറ്റും ഇവിടേക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ടെന്ന്.
ബാംബു ഗ്രൂവിനുള്ളിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതാണ് റെസ്റ്റോറൻ്റ് പേരാണ് ഊട്ടുപുര. ഞങ്ങൾ അങ്ങനെ ഇതാ ഇപ്പോൾ ബാംബു ഗ്രൂവിന് ചെക്കൗട്ട് ചെയ്ത് വീണ്ടും പോവാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിൽ അവിടേക്ക്. അപ്പോൾ അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഇന്നലെ പോയി കാര്യങ്ങളെല്ലാം കണ്ടു. പക്ഷേ ലൈറ്റിംഗ് കുറച്ച് കുറവായിരുന്നു ഇന്നലെ വൈകുന്നേരം ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പോയി പ്രോപ്പറായിട്ട് തന്നെ വിഷ്വൽസ് എടുത്ത് നിങ്ങളെയും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. പോട്ടെ പെട്ടെന്ന് പോട്ടെ. അടുത്ത അഡ്വഞ്ചറിലേക്ക് പോകേണ്ടതാണ് അഞ്ജലി. എന്താണ് നിൽക്കുന്നത്? പെരിയാർ ടൈഗർ റിസർവിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ഉണ്ട്. അതാണ് പെരിയാർ നേച്ചർ ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പോവാം. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്ക് നോക്കാം. In search of routes into the forest. Into the forest. Thank you so much helping us. ഇനി എപ്പോഴും പറഞ്ഞു തരുമ്പോൾ കാണാം. Thank you, sir. ഇത് പെരിയാർ നേച്ചർ ഇന്റർപ്രിറ്റേഷൻ സെന്റർ ആണ്. ഇന്റർപ്രിറ്റേഷൻ സെന്റർ ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനുള്ളിൽ ഒരു 11 ക്യാബിൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്യാബിൻ എന്ന് പറഞ്ഞാൽ ഡെൻസ് ഫോറസ്റ്റ് മോഡലാണ്. ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡേ ടൈം പോലും ലൈറ്റ് വളരെ കുറവായിരിക്കും. അതൊരു ചെറിയ ഇതിൽ ചെയ്തിട്ടുണ്ട്. കുറെ ആനിമൽസിനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റഫ് ചെയ്തതും അല്ലാത്തതും. സ്റ്റഫ് ചെയ്തതുകൊണ്ട് അല്ലാത്തതുമായിട്ട് ആനിമൽസ് ഉണ്ട്. പിന്നെ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടല്ലോ. നമുക്ക് ലൈവായിട്ടൊരു വാട്ടർഫോൾസ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ക്യാബിന് ഒരു ഏഷ്യൻ എലിഫന്റിന്റെ റിയൽ സ്കെലട്ടൺ. പിന്നെ ആനിമൽ കിങ്ഡം പ്ലാന്റ് കിങ്ഡമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പല ക്യാബിനിൽ എൻഡേഞ്ചേർഡ് ആനിമൽസ്, എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ആനിമൽസ്, പിന്നെ പെരിയാറിലെ കൺസർവേഷനെ കുറിച്ച് പറയുന്ന, ഇവിടുത്തെ എക്കോ ടൂറിസം ആക്ടിവിറ്റികളെ കുറിച്ച് പറയുന്ന ക്യാബിന്. പിന്നെ നമുക്ക് ഇവിടെ എക്കോ ടൂറിസം ആക്ടിവിറ്റിയിൽ ഗ്രീൻ വോക്ക്, നേച്ചർ വോക്ക് ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ട്. അതിൽ വന്ന് ജംഗിൾ പെട്രോൾ നൈറ്റ് ട്രക്കിംഗ് ഉണ്ട്. നൈറ്റിൽ ഒരു വനത്തിൽ കയറി എങ്ങനെ ഇരിക്കും അങ്ങനെ ഫീൽ ഉണ്ടാകുന്ന ഒരു ക്യാബിന്. പിന്നെ നമ്മളൊരു ഫ്ലൈറ്റിനുള്ളിൽ കൂടി തിരിച്ചിറങ്ങും. ഇതാണ് ഇതിനകത്ത് നമ്മൾ 25 per head ടിക്കറ്റ്, അഡൽട്സ് 10 for kids. നമ്മുടെ ടിക്കറ്റിന്റെ റേറ്റ്. ശരി. അപ്പൊ ആ കാണുന്നത് ബാർക്കിംഗ് ഡിയർ. ആ ബാർക്കിംഗ് ഡിയർ സ്റ്റഫ്ഡ് ആണ്. കുറച്ച് ആനിമൽസ് ആക്ച്വലി ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ കാണുന്ന ഒരു അതിന്റെ പേരെന്താണ്? ജയന്റ് സ്ക്വിറൽ. അത് ലംഗൂർ. അപ്പൊ അതെല്ലാം സ്റ്റഫ്ഡ് ആണ്. ഈ ലെപ്പേർഡ് ആക്ച്വലി സ്റ്റഫ്ഡ് അല്ല, അത് ഉണ്ടാക്കിയതാണ്. ബട്ട് ഒരു ഫീൽ വരുന്നുണ്ട് കാട്ടിനുള്ളിലെ. ഒരു പൈത്തൺ ഉണ്ട് ഇവിടെ. It's real one. ഇത് വാസ്പിന്റെ നെസ്റ്റ് ആണ് ആൻഡ് ഇറ്റ്സ് റിയൽ. ഇത് ആക്ച്വൽ സ്റ്റഫ് ആണല്ലേ? വുഡൻ ആണ്. ശരി. കറക്റ്റ്. അതെ. ഇത് ഏഷ്യൻ എലിഫന്റ് ആണ്. നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഇന്ത്യൻ എലിഫന്റ് ആണ്. കറക്റ്റ്. അതെ. കറക്റ്റ്. അതെ. കറക്റ്റ്. ഏഷ്യൻ എലിഫന്റ്. ഇവിടത്തെയാണ്. ഓക്കെ. ഇതിനകത്ത് ഒത്തിരി ഇൻഫർമേഷൻസ് വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും ടൈം സ്പെൻഡ് ചെയ്യുക ഇതിനകത്ത് എല്ലാം വായിക്കാനായിട്ട്. നല്ല നോളജ്ഫുൾ റിസോഴ്സസ് ആണ് ഇതെല്ലാം. കൊച്ചി ക്യാബിന് ഏറ്റവും സ്മോൾ പ്ലാന്റ് മുതൽ ഏറ്റവും വലിയ മരം വരെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് ജനറൽ ആണ്. ഇവിടെ പെരിയാറിൽ കാണുന്നതല്ല, ഇൻ ജനറൽ ആയിട്ട് എല്ലായിടത്തും വേൾഡ് ഓവർ. ശരി. ഇൻഫർമേഷൻസ് എല്ലാം അങ്ങനെ തന്നെയാണ്. അത് ഓക്കെ, മനസ്സിലായി. കുട്ടികൾ വന്നപ്പോൾ ഫസ്റ്റ് കാണുന്ന ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. സീഷെൽസിലല്ലേ ഇത് കാണുന്നത്? സീഷെൽസ്. വൈൽഡ് വിസ്പേഴ്സ് പെരിയാർ ടൈഗർസ് മീൻസ് real sound of some animals and birds. Real sound of animals and birds. Sound is recorded inside the birds. Okay. To record some the real sound of elephant. Nice, no? Nice. I haven't seen this anywhere else. Correct. I haven't seen this anywhere. ഞങ്ങൾ ഒത്തിരി കാടുകളിൽ പോയിട്ടുണ്ട്. ബട്ട് ഇതൊരു വെറൈറ്റി ആണ്. Okay. Rufous tree pine.
ഓ രാവിലെ വിസിലടിക്കുന്ന ഇതാണോ? ഓ വിസിലിംഗ് ത്രഷ്. ഓ വിസിലിംഗ് ത്രഷ്. ഞങ്ങൾ രാവിലെ ബാംബു ഗ്രൂവിന്റെ പുറത്തുനിന്ന് ഇതിന്റെ വിസിൽ എപ്പോഴും 2 ദിവസമായിട്ട് കേൾക്കാറുണ്ട്. ശബരിമല എത്ര ദൂരമുണ്ട് ശബരിമല ഇവിടുന്ന് നടന്നു പോകാനായിട്ടാണെങ്കിൽ? ടോട്ടൽ ഏരിയ നമ്മൾ ഈസ്റ്റ് സൈഡ് വെസ്റ്റ് ശബരിമല ഓൺ റോഡ് 80 കിലോമീറ്റർ വരും. കാട്ടിക്കൂടെ പോക്ക് അസാധ്യമാണ്. ഓക്കെ പോസിബിൾ ഇല്ല. ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ കൺസ്ട്രക്ഷൻ വീടിലെ ശബരിമല ഇത് റെയർ ഫോട്ടോസ് ആണ് ആക്ച്വലി. ഇതെന്താണ്? ഇത് മംഗളാദേവി ഒരു ക്ഷേത്രം. മംഗളാദേവി ടെമ്പിൾ. ഓ ശരി. മംഗളാദേവി ഇത് മംഗളാദേവി ടെമ്പിളിന്റെ പഴയ കാലത്തെ ഫോട്ടോയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. ഓ ശരി. ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓ ശരി. ഇത് ശബരിമലയാണ്, പഴയ ഒരു ടെമ്പിളാണ്, റെയർ ആയിട്ടുള്ള ഫോട്ടോയാണത്. പിന്നെ കാട്ടിനുള്ളിൽ ഏത് ആനിമൽസ് ചത്താലും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ റിപ്പോർട്ട് കൊടുക്കണമല്ലോ. ഓ കറക്റ്റ്. അതെ. എലിഫന്റിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്നതാണ്. ഓ ഇത് ക്യാമറ സെറ്റ് ചെയ്യുന്നു. നമുക്ക് നോർമൽ ആയിട്ടുള്ളവർക്ക് ഇതുപോലെ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലേ? വോളണ്ടിയറിങ് അങ്ങനെ എന്തെങ്കിലും? ഇപ്പൊ എനിക്ക് വോളണ്ടിയർ ആവണം ഇതുപോലെ സെൻസസ് എടുക്കാനായിട്ട്, ടൈഗർ സെൻസസ്, ബട്ടർഫ്ലൈ സെൻസസ് വരുമ്പോഴും നമുക്ക് വോളണ്ടിയേഴ്സ് വരാറുണ്ട്, ബേർഡ് സെൻസസിന് വരാറുണ്ട്, മിക്കവാറും ആംബിബിയൻ സെൻസസിന് വരാറുണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് ആക്ച്വലി? അപ്പൊ അല്ല, അതെല്ലാം നമ്മുടെ സൈറ്റിലുണ്ടാവും. പെരിയാർ ടൈഗർ റിസർവിന്റെ സൈറ്റിലുണ്ട് ഈ ഡീറ്റെയിൽസ്. ശരി. ഇവിടെ വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇവിടെ ഇത് വസന്തസേന എന്നൊരു ടീമാണ്. ഈ ടീം എന്ന് പറയുന്നത് വസന്തസേന ടീമാണ്. അതായത് ഇവിടെ പെരിയാർ ടൈഗർ റിസർവിലെ കൺസർവേഷൻ എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി കൺസർവേഷൻ ആണ്. മുമ്പ് ഒരു 98-99 സമയത്തിന് മുമ്പ് കുറേ അധികം ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെ ഉള്ളിൽ നടന്നിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്ത്യ ഇക്കോളജി പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഇന്ത്യയിലെ എല്ലാ റിസർവിലും ഇംപ്ലിമെന്റ് ചെയ്തു. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ ഫ്രിഞ്ച് വില്ലേജസിന് കുറച്ച് പലിശയില്ലാതെ പണം കൊടുത്ത് അവരെ ഇങ്ങനെ നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് കൺസർവേഷനെ കുറിച്ച് അവർക്ക് ക്ലാസ്സൊക്കെ കൊടുത്ത് അങ്ങനെ കൂടെ നിർത്തിയിരുന്നു. അപ്പോൾ അവർ കുറച്ചാളുകൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഞങ്ങൾ വനം സംരക്ഷിക്കാൻ പറഞ്ഞാൽ ചെയ്യാമല്ലോ. അപ്പോൾ അവരുടെ സാമ്പത്തിക മേഖലകളിലൊക്കെ ഇടപെട്ട് അവരെ സേഫ് ആക്കിക്കൊണ്ട് പെരിയാർ ടൈഗർ റിസർവ് ഇങ്ങനെ ഇവിടെ നിലനിൽക്കണമെന്ന് പറഞ്ഞു കൊടുത്തു തുടങ്ങി. പക്ഷെങ്കിൽ ഇന്ത്യയിൽ പല റിസർവുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടും അവിടെയൊന്നും വിജയിക്കാത്തൊരു വിജയം പെരിയാറിൽ കണ്ടെത്തി. പെരിയാറിലെ ആളുകളോട് പറഞ്ഞു കൊടുത്തക്കാർ ഉൾക്കൊണ്ട് ഇപ്പം പെരിയാറിലെ ഫ്രിഞ്ച് വില്ലേജസിന് നല്ല ബോധ്യമുണ്ട്. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല ശുദ്ധവായു ശ്വസിക്കുന്നവര് ഇവിടെയാണ്. കാരണം ഈ റിസർവ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ ആളുകളുടെ ഒരു സെൻസ് എങ്ങനെയാന്ന് ചോദിച്ചാല് ഇവിടുന്ന് ഒരു ഇല പോലും പുറത്തു പോകാൻ ഇവര് സമ്മതിക്കില്ല. സ്റ്റാഫിന്റെ ഒപ്പം തന്നെ നിന്നിവര് സഹായിക്കുന്നുണ്ട്. അതാണ് പ്രത്യേകത. അതാണ് പാർട്ടിസിപ്പേറ്ററി കൺസർവേഷൻ. രണ്ടാമത് ഇവിടെ നടക്കുന്ന എക്കോ ടൂറിസം ആക്ടിവിറ്റിയിൽ പലതും ചെയ്യുന്ന ആളുകൾ മുമ്പ് ഏതെങ്കിലും രൂപത്തിൽ റിസർവിനെ ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരാണ്. വെട്ടി അടക്കപ്പെടുത്തുള്ള ആളുകൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് നല്ല അവയർനെസ് കൊടുത്തുകൊണ്ട് അവർക്കൊരു ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി ഇട്ട് കൊടുത്താണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ പ്രോഗ്രാമിൽ എടുക്കുന്ന ടിക്കറ്റ് ഒന്നിച്ചൊരു അക്കൗണ്ടിൽ വരുമ്പോൾ അത് ഇവർക്ക് ഒരു മന്ത്ലി 20,000 ശമ്പളം കൊടുക്കാനുള്ള ഇത് വരുന്നുണ്ട്. ആ ഗ്രൂപ്പിന് മന്ത്ലി ഇൻകം കിട്ടി തുടങ്ങി അവർക്ക് സൊസൈറ്റിക്ക് നല്ല വില കിട്ടി അവരുടെ ഒരുപാട് കേസുകളൊക്കെ ഒഴിവായി പോയി അവർക്ക് സമൂഹത്തിൽ വിലയായി കഴിഞ്ഞപ്പം അവർ നമ്മളെ പാർട്ടായി കഴിഞ്ഞു. അപ്പോൾ അവരും കൂടെ കൂടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യുന്നു. അപ്പോൾ അവർ മുമ്പ് ചെയ്ത വഴി ആയതുകൊണ്ട് അവർക്ക് വഴി അടയ്ക്കാനും അറിയാം. ഒരാളെ വഴി വരാതിരിക്കാനും വരുന്ന വഴി ഇവർക്ക് കറക്റ്റ് അറിയാം. അങ്ങനെ ഒരു ഭയങ്കര സംഭവം ഇവിടെ നടക്കുക. ഇതാണ് പാർട്ടിസിപ്പേറ്ററി കൺസർവേഷൻ. ജനപങ്കാളിത്തം അനുപരിപാലനം എന്ന് ഞങ്ങൾ മലയാളത്തിലെന്ന് പറയാം. അപ്പം അത് ഇവിടെ വിജയിച്ചു, 100% വിജയിച്ചു. അത് എങ്ങനെ സാധിച്ചു എന്നറിയാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ആളുകളുടെ വരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷനാണ് കിട്ടിയത്. പിന്നെ ട്രെയിനീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ വസന്തസേന എന്ന ടീം ഇങ്ങനെ കുറെ നല്ല അവയർനെസ് കിട്ടി കഴിഞ്ഞപ്പം സാധാരണക്കാരും വീട്ടമ്മമാരുമായിട്ടുള്ള സ്ത്രീകള് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സമീപിച്ചിട്ട് ഞങ്ങൾക്കും ഇതിൻ്റെ ഒരു പാർട്ടായിക്കൂടെ, എന്തുകൊണ്ട് പാർട്ടായിക്കൂടെ, ഞങ്ങൾ ഇതിൻ്റെ പാർട്ടായിക്കോട്ടെ എന്ന് ചോദിച്ചു വന്നപ്പോൾ വോളണ്ടിയർ സർവീസ് ചെയ്തോളാം, ഞങ്ങൾക്ക് യാതൊരു ബന്ധുക്കളും വേണ്ട എന്ന് പറഞ്ഞ് 100 സ്ത്രീകൾ വന്ന് ഞങ്ങൾ ഗ്രൂപ്പ്, ഞാനൊരു മെമ്പറാണ്, ഗ്രൂപ്പായി വന്നിട്ട് ആവശ്യപ്പെട്ട് എഴുതി കൊടുത്തു.
ഡിക്ലറേഷൻ ഞങ്ങൾക്ക് പ്രതിഫലം വേണം. അപ്പോൾ ഞങ്ങൾ ഒരു 7 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിൽ 5-7 ആളുകൾ എല്ലാ ദിവസവും വരും. ഇവിടെ 11 മണിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ചന്ദനമരങ്ങൾ കൂടുതലുള്ള ശകുന്തളക്കാട് എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മുടെ പ്രസൻസ് ഉണ്ടാവും. അവിടെ എന്ത് ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നാലും സ്ട്രേഞ്ചേഴ്സ് കയറി വന്നാലും ആനിമൽസിനെ സൈറ്റിംഗ് വന്നാലും വെളിയിൽ നിന്നെതിരെ ആനിമൽസ് കയറി വന്നാലും എല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ച് ഞങ്ങൾ അവിടെ ഉണ്ടാവും. വൈകിട്ട് 4 മണിക്ക് തിരിച്ചു വന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ച് പോകും. ഇത് 2002 ആരംഭിച്ചു. കണ്ടിന്യൂസ് 22 വർഷം 21 വർഷമായിട്ട് സക്സസ്ഫുള്ളി റൺ ആണ്. ഇത് ആ ടീമാണ്. ശരി ശരി ശരി. നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു സർവീസ് ചെയ്തു എല്ലാവരും ഓർത്ത് 1 വർഷം 2 വർഷം 3 വർഷം വരെ തീരുന്ന കണ്ടിന്യൂസ് 20 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് അമൃതദേവി വൈഷ്ണവി നാഷണൽ അവാർഡ് ഈ കഴിഞ്ഞ കുറേ അവാർഡുകളൊക്കെ കിട്ടി. ഈ കഴിഞ്ഞിടയിൽ കേരളത്തിലെ പെണ്ണിന്മ സീസൺ 2 അവാർഡ് 2 ലക്ഷം രൂപ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രതിഫലവും ചോദിക്കാത്തതുകൊണ്ട് വോളണ്ടറി സർവീസ് ആയതുകൊണ്ട് ഒന്നും കിട്ടില്ല. ഞങ്ങൾക്ക് കോർട്ട് തൊപ്പി മഴയൊക്കെ കൊടുക്കും. പിന്നെ ഇപ്പൊ വന്നിട്ട് EDC പോലെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ ഗ്രാന്റുകളൊക്കെ തരുന്നുണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. പിന്നെ സ്റ്റഡി ടൂറൊക്കെ തരും. അങ്ങനെയൊക്കെ പോകുന്നു. അതിപ്പോഴും ലൈവാണ്. ഇന്നത്തെ ടീം ഇന്ന് പോയി കാണും. ഓ ശരി ശരി. നൈറ്റ് ഇൻ ദ ഫോറസ്റ്റ്. നൈറ്റ് में दिखते हैं. ओके ओके. Mouse deer, smallest deer. Small in the deer family. Oh, small in the deer family. Okay okay. So mouse deer is the smallest deer in the deer family. Tiger spider. Tiger spider. Oh. ഇതൊക്കെ ചെയ്യാനുണ്ട് ടൈഗർ സ്പൈഡർ. അപ്പോൾ ഇത് ഒരു ഫ്ലൈറ്റിനെ പോലെ ഒരു ഡിപ്പിക്ഷൻ ആണ്. ഇതിൽ എന്താ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് പണ്ട് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു, കാടും മലയും അതുപോലെ ആയിരുന്നില്ല എപ്പോഴും. പക്ഷെ ഇപ്പോൾ നമ്മുടെ പോപ്പുലേഷനും ഡെവലപ്മെൻറ്റും എല്ലാം കാരണം, അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കാരണം മൊത്തം മോളും ബിൽഡിങ്സും കോൺക്രീറ്റ് ജംഗിൾസുമായി അതിൻ്റെ ഒരു ഡിപ്പിക്ഷനാണിത്. ഒരു അവയർനെസ് ക്യാമ്പയിൻ പോലെ. This is a shopping mall. പൊല്യൂഷൻ എല്ലാം പണ്ട് ഇതുപോലെ ഇത് നാച്ചുറൽ വേസ്റ്റ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ വേസ്റ്റ്. പണ്ട് ഇതുപോലെ ഓർഗാനിക് വേസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ വേസ്റ്റായി ഈ സൈഡിൽ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിലാണ് നേച്ചർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒത്തിരി കൺസർവേഷൻ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. എന്നാലും ഇതിൽ അറിയാത്തവരും കേൾക്കാത്തവരും ഉണ്ടെങ്കിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. നല്ലൊരു കോൺസെപ്റ്റാണ്. എൻ്റെ ഓഫ് ദ ജേർണിന്ന് കാണിക്കാനായിട്ട് അടിപൊളിയായി നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നത്. പേരെന്തായിരുന്നു? പേര് ഗ്രേസി കുട്ടിയാണ്. നല്ലതായിട്ടെല്ലാം പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Oh, this is it. Thank you. हाँ. ബിൽഡിംഗ് ഫുൾ ഉദ്ദേശിക്കുന്നത് ഹണികോംബാണ്. ഓ ഹണികോംബാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ വരികയാണെങ്കിൽ ഇത് അവിടെയാണ് ബാംബു ഗ്രൂവ് ഞങ്ങൾ നിന്ന സ്റ്റേ. ഇവിടെയാണ് ബോട്ടിങ്ങിന് പോകാനുള്ള ബസ് കിട്ടുന്നത്. ആൻഡ് ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ കണ്ട ട്രൈബൽ ഡാൻസിൻ്റെ ഓഡിറ്റോറിയം. ആൻഡ് ആ സൈഡിലായിട്ട് വരും നേച്ചർ ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ക്യാമ്പസിനുള്ളിലാണ്. നിങ്ങൾ വന്നാൽ അവിടെ ഇവിടെയും പോകേണ്ട കാര്യമില്ല. ആൻഡ് എല്ലാ ടിക്കറ്റും നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. പെരിയാർ ടൈഗർ റിസർവിനകത്ത് ഒത്തിരി സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന എല്ലാം ഡിഫറെൻറ്റ് സ്റ്റേ ഓപ്ഷൻസ് ആണ്. അതിലൊന്നാണ് ആരണ്യ നിവാസ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേ ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ പെരിയാർ ചെക്ക് പോസ്റ്റിനകത്ത് ആരണ്യ നിവാസ് അല്ലാതെ വേറൊരു സ്റ്റേ ഓപ്ഷൻ ഉണ്ട്, പെരിയാർ തെക്കടി ലേക്ക് പാലസ്. അപ്പോൾ അത് കുറച്ചൊരു ലക്ഷറി സൈഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ബോട്ടിംഗ് ഏരിയ. ഇവിടെ ഇതേപോലെ സൊവിനിയർ ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ പോയി എന്തെങ്കിലും വാങ്ങാനായിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അഞ്ജലി പെരിയാർ ടൈഗർ റിസർവിൻ്റെ ടീഷർട്ട് ട്രൈ ചെയ്യാണ്ട്. പെരിയാർ ടൈഗർ റിസർവ് ടീഷർട്ട് ലേറാ. അപ്പോൾ ഞാനും ഒരു ടീഷർട്ട് എടുത്തു, സെയിം പെരിയാർ ടൈഗർ റിസർവിൻ്റെ XL. അഞ്ജലി ന്യൂ ഇയർ ഗിഫ്റ്റ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ടീഷർട്ട് ഉണ്ട്. ഒരു നല്ല ഫ്രിഡ്ജ് മാഗ്നറ്റും ഉണ്ട്. അപ്പോൾ ഇതും ഒരു സ്പോട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ടിങ്ങിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാവും.
चलिए चलते हैं. അപ്പോൾ ഇത് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിൻ്റെ ആനിമൽസ് ആണ്. അപ്പോൾ നിങ്ങളിത് പോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വായിക്കാൻ പറ്റും. എല്ലാത്തിലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്താ അറിയോ, ഇത് ഈ മങ്കിയുടെ പോസ് നോക്കി. ത്രിപുര. झारखंड का नाम इसमें नहीं है. ഇതാണ് റെസ്റ്റോറൻറ്റ് ഏരിയ. സോ ഈ ബോട്ട് ഏരിയയുടെ അടുത്തായിട്ട് റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ വിശന്ന പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് ബോട്ടിങ് കഴിഞ്ഞിട്ട് ബസ് കയറേണ്ടത്. അപ്പോൾ ഇതാണ് അഞ്ജലിയുടെ ഫേവറേറ്റ് ടർട്ടിൽ ഷോപ്പ്. 2 ദിവസമായിട്ട് ഇവിടെ വന്നാണ് ഒരാൾ ചായ കുടിക്കുന്നത്. കോഫി. അതാ ഇപ്പോൾ വീണ്ടും പോവാണ് ഞങ്ങൾ കോഫി കുടിക്കാനായിട്ട്. ചലോ ആജ് ബി കോഫിയിലേക്ക് എത്താവും. सरकास्टिकली बोल रहा है. 2 कॉफी और 2 बन ले लो रास्ते में खाने के लिए. ഇതെന്താ സാധനം? പപ്സാണോ? 2 പപ്സ് പാർസലാ? पार्सल मुझे बन चाहिए. ഒതുങ്ങി തരാൻ പറ്റുമോ? 2 ഒരു ബണ്ണോട് വെച്ചോ. ओनली 1. हम खाएंगे. 2 ബണ്ണ് വെച്ചോ കേട്ടോ. हम शेयर नहीं करेंगे. 2 ഇത്. ये क्या है ये साइड में? वही है सेम बन. नहीं ये बन डिफरेंट बन है. ഇതെന്ത് ബണ്ണായിട്ടാ? ശരി. ഇതേത് ബണ്ണായിട്ടാ? ഇത് കോക്കനട്ട്. അപ്പൊ അഞ്ജലിയുടെ ഫേമസ് ആയി ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്രീം ബണ്ണ്. അപ്പം അഞ്ജലി എവിടെ പോയപ്പോ ക്രീം ബണ്ണേ കഴിക്കുള്ളൂ. അതും കോഫിയും. 2 കോഫിയും ചിലപ്പോൾ. ഇവിടെ വേറൊരു സ്റ്റേ ഓപ്ഷൻ ഉണ്ട് ഗൈസ്, പെരിയാർ ഹൗസ്. അപ്പോൾ ഇവിടെ വന്നാലും ഇതിനകത്ത് നിൽക്കാം. ടൈഗർ റിസർവ് ഫോറസ്റ്റിനകത്താണ്. എന്നാലും ആളുകൾ വരുമ്പോഴത്തേക്കും വഴിയിൽ ഈ വഴിയിൽ 2 സൈഡിലും പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് റാപ്പേഴ്സുമാണ്. എത്ര പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവില്ല ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് ഇടാൻ പാടില്ലെന്ന്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ എൻഷുർ ചെയ്യുക ഇവിടെ പ്ലാസ്റ്റിക് ഇടാതിരിക്കാനായിട്ട്. വാട്സ്ആപ്പ് ബ്രോ സ്റ്റൈലിൽ പോണല്ലേ, ഇരുന്ന് പോസ് തരാണ്. കുരങ്ങന്മാരുണ്ട്. വീട്ടിൽ പോടാ. ഇതിനകത്ത് ഒത്തിരി കുരങ്ങന്മാരുണ്ട്. ഇപ്പോൾ അഞ്ജലി ഒരാൾ കടിക്കാൻ നോക്കി, ഒറ്റ ഓട്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കുക. കാരണം അഞ്ജലിയുടെ ഫുഡ് പാക്കറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ടർട്ടിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുരങ്ങന്മാർക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കുക, കുരങ്ങന്മാരുണ്ട്. रूल्स के हिसाब से हमें हाथ में फूड कैरी नहीं करना है. बट मैं तो बैग में कैरी कर रही हूँ. അപ്പോൾ നിങ്ങൾ ബസ്സിൽ വരികയാണെങ്കിൽ ഒത്തിരി സീൻ മിസ്സാവും. ഇവിടെ പെരിയാർ റിവറിൻ്റെ ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നടന്നു പോവാം. നടക്കാനായിട്ട് കുറച്ച് ദൂരമുണ്ട് ഗൈസ്. അപ്പോൾ 1 സൈഡ് ആണെങ്കിലും കയ്യിൽ ലഗേജ് ഒന്നും ഇല്ലെങ്കിൽ നടക്കുന്നതാണ് എളുപ്പം. ലഗേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബസ് തന്നെ പോക്കോ. അപ്പോൾ നിങ്ങൾ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിന് അകത്ത് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഞാനിവിടെ തൊഴുതിട്ടാണ് പോകുന്നത്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി ഒരു വിശേഷവും ഇല്ല, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ബൈ.